ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പച്ചപ്പപ്പായ വെച്ചിട്ട് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് പപ്പായ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ടല്ല കേട്ടോ, ഗ്രേറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഇനി നമുക്കിതെങ്ങനെ തോരനാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കണില്ല, എനിക്കിതുപോലെ വെള്ള കളറിൽ കാണാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചാണ്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറേ നേരമൊന്നും അടച്ച് വെച്ച് വേവിക്കരുത്, കാരണം പപ്പായയിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ ആകെ കുഴഞ്ഞ പരുവത്തിലാവും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഏകദേശം 1 കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടണേ. അതിലേക്കൊരു പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തണേ. അപ്പോൾ പപ്പായ ഇവിടെ 5 മിനിറ്റ് ആയിട്ട് അടച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് തുറന്നാണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ചപ്പപ്പായ തോരൻ തയ്യാറാക്കാനായിട്ട്. ഇതിന് കുറച്ചൊക്കെ നമ്മുടെ കേബേജ് തോരൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.